രോഗികൾക്കിടയിൽ പ്രവർത്തിക്കുക എന്നത് ഒരു വൺ ടൈം ആക്ടിവിറ്റി അല്ല സഭയ്ക്ക്. അത് സഭയുടെ മിഷനാണ്. എന്നാൽ വ്യത്യസ്തമായ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാർക്ക് സംരക്ഷണവും പരിരക്ഷയും അവരുടെ പരിമിതികളെ നോക്കാതെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തെയാണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പവൺ ഭദ്രാസനത്തിൻ്റെ കീഴിൽ നടക്കുന്ന ബെത്സേദ എന്ന മേഴ്സി ഹോമിനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതാണ്ട് 13 വർഷമായി അല്ലേ അച്ഛാ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്? അച്ഛന് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഈ ഒരു വലിയ വിശാലമായ ഒരു പ്രവർത്തന തലം നേതൃത്വം നൽകുന്ന ആളാണ്. എങ്ങനെയാണ് ഈ ബെത്സേദ എന്ന് പറയുന്ന ഒരുപാട് ബലഹീനരായ ആൾക്കാരെ ബലപ്പെടുത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അച്ഛൻ എത്തിയതെന്നൊന്ന് പരിചയപ്പെടുത്താവോ? തീർച്ചയായിട്ടും അച്ഛാ. നമസ്കാരം. എൻ്റെ പേര് സന്തോഷ് ജോർജ് എന്നാണ്. ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ തുമ്പോൺ ഭദ്രാസനത്തിലെ വൈദികനാണ്. ബെത്സേദ എന്ന വാക്കൊരു ബിബ്ലിക്കൽ വേർഡാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 38 വർഷം ഒരു മനുഷ്യൻ ഒരു കുളത്തിൻ്റെ കരയിൽ അനുഭവിച്ച സഹനങ്ങളുടെ ഉത്തരം യേശുക്രിസ്തു വന്ന അയാളെ സേവ് ചെയ്യുന്നൊരു ചിത്രം കൂടി നമ്മൾ വായിക്കുന്നുണ്ട്. 13 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വൈകിട്ട് മടങ്ങുന്ന സമയത്ത് എനിക്ക് റോഡിൽ നിന്ന് ഒരാളെ ആദ്യമായിട്ട് കിട്ടുകയാണ്. അയാളുടെ പേരും സന്തോഷ് എന്നായിരുന്നു. വലത് കാലിന് വലിയൊരു വൂണ്ട് അയാൾക്കുണ്ടായിരുന്നു. ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു. ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ചികിത്സ നൽകി ഏകദേശം ബെറ്റർ ആയെങ്കിലും മറ്റാരും സ്വീകരിക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പലയിടത്തും അദ്ദേഹത്തെ എത്തിക്കാൻ ശ്രമിച്ചിട്ടും ആരും അക്കോമഡേറ്റ് ചെയ്തില്ല. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് സ്വന്തമായിട്ടൊരു വാടക വീടെടുത്ത് മാറാൻ തക്കവണ്ണം ദൈവം തന്ന ബോധ്യമാണ് ഇന്നത്തെ ബെത്സേദ. ഒന്ന് ചോദിച്ചോട്ടെ ഇടയ്ക്ക് കയറി, നമ്മളൊരാളെ വെച്ച് കാണുക, അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോവുക, ഇതൊക്കെ എങ്ങനെ സാധിക്കും? സാധാരണ നടക്കുന്നതാണോ? അങ്ങനെയൊക്കെ ചെയ്യുമോ ഒരാൾ? സുവിശേഷമാണ് എപ്പോഴും നമ്മുടെ ധൈര്യം. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ഹൃദയത്തിൽ പറയുന്നൊരു വചനമുണ്ട്: ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടർക്ക് കാഴ്ച, ചെകിടർക്ക് കേൾവി. ഇത് മൂന്നും പുതിയ നിയമത്തിൻ്റെ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. വചനത്തിലൂടെ മനുഷ്യരെ സ്നേഹിച്ച കർത്താവാണ് നമുക്കുള്ളത്. സ്നേഹം പ്രസംഗിക്കുക മാത്രമല്ല കർത്താവ് ചെയ്തത്. അവൻ്റെ 3.5 കൊല്ലത്തെ പ്രവൃത്തികൾ മുഴുവനും സ്നേഹാധിഷ്ഠിതമായിരുന്നു. അവസാനം ജീവൻ നൽകാൻ പോലും കർത്താവ് തയ്യാറായത് എന്നെ പ്രതിയാണ്, നമ്മളെ പ്രതിയാണ്. ആ സ്നേഹം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ കർത്താവിനെ പ്രതി മറ്റുള്ളവർക്ക് കൊണ്ട് ജീവിക്കുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വേദനപ്പെടുന്നവരെ കണ്ടാൽ പെട്ടെന്ന് ഉള്ളിലൊരു നീറ്റലുണ്ടാകും. അത് കർത്താവ് തന്നൊരു കൃപയാണെന്ന് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ആളുകളെ കാണുമ്പോൾ അവരെ സ്വീകരിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നതെന്ന് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛാ, ഈ പലപ്പോഴും ഇങ്ങനെ അച്ഛൻ്റെ ഈ ഒരു സ്ഥാപനത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ഓട്ടിസം ബാധിച്ചവരുണ്ട്, അതുപോലെ തന്നെ കിടപ്പ് രോഗികളുണ്ട്, അല്ലേ? പല രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ ബലഹീനത അനുഭവിക്കുന്ന ആൾക്കാർക്കുള്ളൊരു സാന്ത്വന കേന്ദ്രമാണ് ഇത്. വൺ ടൈം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുമായിരിക്കും, ഒരു സഹാനുഭൂതി തോന്നുന്നു. പക്ഷേ ഈ ലോങ് റണ്ണിലേക്ക് അച്ഛൻ ഈ ഒരു ആഗ്രഹം റൺ ചെയ്യാനും മാത്രം ഒരു സ്ഥാപനമായി ഇത് മാറുക, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞ അതേ വാക്കുകളെ കടമെടുത്ത് പറയുകയാണ്. സ്നേഹം ഇടയ്ക്ക് മുറിഞ്ഞു പോകാനുള്ളതൊന്നല്ല, അതിനൊരു തുടർച്ചയുണ്ട്. തുടർച്ചയില്ലായിരുന്നെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് കർത്താവിനെ നമ്മളെ നേടിയാൽ മതിയായിരുന്നു. പക്ഷേ അവസാനത്തോളം കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരാൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിന് ഒരു തുടർച്ച ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. യേശുക്രിസ്തുവാണ് ആ സ്നേഹത്തിലേക്ക് നമ്മളെ നിലനിർത്തുന്നത്. കാരണം എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാളെ കണ്ടിട്ട് ആദ്യം കാണുന്ന ഒരു അവസ്ഥയിൽ തോന്നുന്ന സഹതാപം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനും പരിചരിച്ച് ജീവിതത്തിലെ മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ പ്രേക്ഷിത പ്രവൃത്തി വിജയം കാണുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഗുഡ് സമരിറ്റൻ, നല്ല ശമരിയാക്കാരനെ കുറിച്ചുള്ള സ്റ്റോറി. ആ മനുഷ്യനെ കണ്ടതുകൊണ്ട് അയ്യോ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചിട്ട് താൽക്കാലികമായി കണ്ട ഒരവസ്ഥയ്ക്ക് ഉത്തരം കൊടുത്ത് പോവുകയല്ല ശമരിയക്കാരൻ ചെയ്തത്. അവനെ ശുശ്രൂഷിക്കാൻ ആദ്യം മനസ്സ് വെക്കുന്നു. അവനെ എടുത്തുകൊണ്ട് ഒരു സത്രത്തിലെത്തിച്ച് ഉത്തരവാദിത്തത്തോട് തന്നെ അവിടെ ശമരിയക്കാരൻ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ശമരിയക്കാരനെ കർത്താവായിട്ടാണ് കാണുന്നറിയാമല്ലോ. ഇതെല്ലാം കർത്താവ് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്ന അടയാളങ്ങളാണ്. ഇങ്ങനെ ആകണം, ഇങ്ങനെ ആകാവൂ. അതുകൊണ്ടാണ് സ്നേഹത്തെ കൂടുതൽ കൊടുത്ത് സ്നേഹം നേടുക എന്ന് പറയുന്നൊരു പോളിസിയിലേക്ക്
ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവൻ അങ്ങനെയാണ്. നമ്മുടെ സ്നേഹം മുഴുവൻ കർത്താവിനെ പ്രതിയാണ്. അതുകൊണ്ട് അച്ഛൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതാണ്: കർത്താവിൻ്റെ നിർബന്ധം നമ്മുടെ മേലെ കിടക്കുന്നു. സുവിശേഷമാണിത്. ഇപ്പോഴും ഈ ക്രൈസ്തവ സഭ പലപ്പോഴും ക്രിട്ടിക്കലായിട്ട് ഇങ്ങനെയുള്ള മിഷൻ പ്രവർത്തനങ്ങളിൽ നേരിടുന്ന ഒരു ഭാഗമാണ്. ഇതുകൊണ്ട് എന്തൊക്കെയോ നേടാനുണ്ട്, എന്തൊക്കെയോ ഉദ്ദേശം വെച്ച് ചെയ്യുന്നതൊക്കെ പലപ്പോഴും പൊതുസമൂഹം ചിലപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ വിമർശിക്കാറുണ്ട്. അച്ഛന് അങ്ങനെയുള്ളൊരു വിമർശനാത്മക സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കാനുള്ളത്? കർത്താവിനെ അച്ഛൻ്റെ ഇത് അച്ഛൻ പറഞ്ഞ സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്, അല്ലെ ദൈവിക സ്നേഹമാണ് അച്ഛനെ ഇതിനു വേണ്ടി ബലപ്പെടുത്തുന്നത് പറഞ്ഞു. അപ്പം അത് ശരിക്കും ഇച്ചിരി വിശദമായിട്ട്, അല്ലെങ്കിൽ അച്ഛനൊരു ട്രിഗേർഡ് ആയിട്ടുള്ളൊരു പോയിന്റ് പറയാൻ പറഞ്ഞു, ഏതായിരിക്കും അച്ഛൻ പറയുന്നത്? നമ്മൾക്ക് ശരിക്കും നമ്മൾ എന്താണെന്നൊരു ബോധ്യം ഉണ്ടാകണം. ഫസ്റ്റ് ഞാൻ ആരാണ്? ഇപ്പം ഞാനൊരു പുരോഹിതനാണ്, കർത്താവിൻ്റെ പുരോഹിതൻ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ബലി അർപ്പിക്കുന്ന, കർത്താവിൻ്റെ മുമ്പിൽ ജനങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്ന പുരോഹിതനാണ്. എൻ്റെ നിയോഗം എന്താണ്? ജീവിച്ച് മരിക്കുക കർത്താവിന് വേണ്ടിയെന്ന്. പ്രത്യേകിച്ച് ഞാനൊരു സന്യാസി പുരോഹിതനാണ്, ഒരു അവിവാഹിത പുരോഹിതനാണ്. എൻ്റെ ലക്ഷ്യം മുഴുവനും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ്. ഞാൻ വളരെ ചെറിയ പ്രായത്തിലെ വീട് വിട്ട ഒരാളാണ്. എന്നാൽ ഒരുപാട് കൈപ്പേറിയ സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, സഹനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം കർത്താവ് വലിയ ഉത്തരവാദിത്തത്തിലേക്ക് നയിച്ച ഒരു കാലഘട്ടം ഇന്ന് എൻ്റെ മുമ്പിലുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ മിഷനെക്കുറിച്ച് നമുക്ക് ബോധ്യം വരും. പൗലോസേ പറയുന്ന പോലെ, വിളി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കകത്തേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നു വരും. ആ സ്നേഹം ടെമ്പററി അല്ല, പെർമനൻ്റ് ആണ്. പെർമനൻ്റായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ഭരിക്കുന്നത്തോളം കാലം നമ്മുടെ ശുശ്രൂഷയ്ക്കൊരു കുറവുണ്ടാകുകയില്ല. പിന്നെ ഒന്നുകൂടെ, പുതിയ ലോകം പഴയ ലോകത്തേക്കാളൊക്കെ ഒരുപാട് മാറിയ തലമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന വലിയ ശുശ്രൂഷകൾ അതിനെ നിസ്സാരവൽക്കരിച്ച്, പരിഹസിച്ച്, അല്ലെ അപമാനിച്ച് തള്ളിക്കളയുന്ന ഒരു വലിയ സമൂഹം എസ്പെഷ്യലി നമ്മുടെ സമൂഹത്തിൽ തന്നെ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. എന്താ കാരണം എന്നറിയാമോ? യേശുക്രിസ്തുവിനെ അറിയാതെ പോകുന്ന കാരണം, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് അറിയാതെ പോകുന്നതിന് കാരണം, യേശുക്രിസ്തു സഹിച്ചതിൻ്റെ ആഴത്തെ അറിയാതെ പോകുന്ന കാരണം. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ സമന്മാരാണ്. പ്രത്യേകിച്ച് ഒരു ഡിനോമിനേഷൻ്റെയും ആവശ്യമില്ലാതെ പറയട്ടെ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന സകല ജനതയും യേശുക്രിസ്തുവിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിക്കുന്നവരാണ്. അനുഭവിച്ച സ്നേഹത്തെ പകർന്നു കൊടുക്കാനാണ്, ഇതര മതസ്ഥർക്ക്, ഇതര ജനത്തിന് പകർന്നു കൊടുക്കാനാണ് നമ്മുടെ നിയോഗം. അതുകൊണ്ട് സഹനങ്ങൾ വന്നാലും, ഒറ്റപ്പെടലുകൾ വന്നാലും, വേദനകൾ വന്നാലും, ഉപദ്രവങ്ങൾ വന്നാലും, പട്ടിണി വന്നാലും, കണ്ണുനീര് വന്നാലും, തകർച്ച വന്നാലും, ഞാൻ യേശുക്രിസ്തുവിൽ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് നമ്മുടെ മേൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. എനിക്കിപ്പോൾ മനസ്സിലാവുന്ന അച്ഛൻ ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ ജീവിതത്തിൻ്റെ ഒരു കത്തുന്ന ആഗ്രഹമായിട്ട് ഈ ഒരു ദൈവസ്നേഹത്തെയും ഈ ഒരു ശുശ്രൂഷയും കാണുന്നുണ്ട്. അതുകൊണ്ട് അച്ഛന് ഒരുപാട് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് അച്ഛൻ പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ അച്ഛാ, അപ്പം ഇത്രയും നാളത്തെ ഈ ഒരു 13 വർഷം ഒരു സ്ഥാപനമൊക്കെ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു കഴിയുമ്പോഴും അച്ഛൻ അനുഭവിച്ച ഏറ്റവും വലിയ വെല്ലുവിളികളപ്പോൾ എന്തുമായിരിക്കും? സ്ഥാപനത്തെ സംബന്ധിച്ച് എല്ലാവർക്കും ഉള്ളതുപോലെ ഫൈനാൻഷ്യൽ പ്രോബ്ലം തന്നെയായിരുന്നു. നമ്മൾ എന്ത് തുടങ്ങണമെങ്കിലും കഠിനാധ്വാനവും പ്രാർത്ഥനയും സമർപ്പണവും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ അറിയാമല്ലോ, ഏത് പ്രോജക്റ്റിൻ്റെയും പിന്നിൽ വലിയ ക്രൈസിസാണ് ഫൈനാൻസ്. എന്നെ സംബന്ധിച്ച് സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഒരു 6000 രൂപ മാത്രമേ കയ്യിലുള്ളായിരുന്നു. ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന സമയത്താണ് എന്നെ സഹായിക്കാൻ കുറച്ച് പേരെ ദൈവം ഒരുക്കിയിട്ട് ഞാൻ UAE പോകുന്നത്. അവിടെ നിന്ന് അന്ന് കിട്ടിയ 16 ലക്ഷം രൂപ എന്നെ അറിയാവുന്ന, ഞാൻ അന്നും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്. എന്നെ കുറച്ച് പേർക്ക് അറിയാം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ സമൂഹത്തിൽ ചെയ്തു പോകുന്ന ഒരാളായിരുന്നു അന്നും. അതുകൊണ്ട് എന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അന്ന് UAE നിന്ന് കിട്ടിയ 16 ലക്ഷം രൂപ കൊണ്ടാണ് ബസൈദ മിഷൻ്റെ ആദ്യത്തെ 16 സെൻറ്റ് ഭൂമി വാങ്ങുന്നത്. പക്ഷേ പിന്നീട് നടന്നെല്ലാം ചരിത്രമാണ്. ഒരുപാട് ആ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് സമയത്ത് ഞാൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് മാത്രമല്ല, ആരോഗ്യപരമായ രോഗങ്ങളുണ്ടായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ എനിക്ക് മാർഗമില്ലാതെ ഞാൻ
അത് ആ വേർഡ് ഉപയോഗിക്കുന്നില്ല, പട്ടിണി കാലം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പട്ടിണിക്കാലം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ 2 വർഷം ഞാൻ ശരിക്കും ഒരു ബെഡില്ലാതെ ഒരു ഹോസ്റ്റൽ മെത്ത മാത്രം, കനം കുറഞ്ഞ ഹോസ്റ്റൽ മെത്ത വിരിച്ച് തറയിൽ കിടന്നുറങ്ങിയ ഒരു കാലഘട്ടമുണ്ട് എനിക്കത് ഇഷ്ടമാണ്, അതൊരു കുറവല്ല. ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്ന ലക്ഷണമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആഗ്രഹമായതൊക്കെ ഇഷ്ടമാണ്, പരമാവധി ലൈറ്റായിട്ട് ജീവിക്കുക എന്നുള്ളത്. അന്ന് ഫൈനാൻസ് ഇല്ല, രണ്ടും കാരണമാണ്. ശരിക്കും അന്ന് ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് വെള്ളം കുടിച്ച് അവിടെയൊക്കെ നിൽക്കുന്ന ഓമയ്ക്കൊക്കെ പറിച്ച് കഴിച്ച് ജീവിച്ചൊരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ പിന്നീട് വന്നതെല്ലാം ചരിത്രമാണ് വെച്ചാൽ. ഇന്ന് ബത്സൈദ മിഷൻ ഹോം ഒരു 3.5 ഏക്കറോളം വരുന്ന ഭൂമിക്കകത്ത് വലിയ കെട്ടിടങ്ങളും സംവിധാനങ്ങളുമായിട്ട് ആ നാടിന് മാത്രമല്ല ലോകത്തെല്ലായിടത്തും അറിയപ്പെടുന്നൊരു സ്ഥാപനമായി ഒരുപാട് വ്യക്തിബന്ധങ്ങൾ, സുഹൃത്തുക്കളെ സ്ഥാപനത്തിനും എനിക്കും ലഭിച്ച തലത്തിലേക്ക് വളർത്തി കർത്താവ്. അത് യാതൊരു സംശയമില്ല. പക്ഷേ അവിടെയെല്ലാം മറന്നു പോകാത്തൊരു കാര്യം ഫൈനാൻസിൻ്റെ വല്ലാത്ത പ്രതിസന്ധിയായിരുന്നു. പലയിടത്തും പോയി ഇരുന്നിട്ടുണ്ട്. ചില വീടുകളിൽ ഇരിക്കുമ്പോൾ നമ്മളെ ഇറക്കി വിടാറുണ്ട്. പലയിടത്തും കൈ നീട്ടുമ്പോൾ 1000 രൂപ ചോദിച്ചാൽ 50 രൂപ തന്നിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മേലാ വന്നേക്കരുത് പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ കഥ അടച്ച വ്യക്തികളുണ്ട്. ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കെതിരെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ സന്ദേശം കൊടുത്ത് പ്രചരിപ്പിച്ച കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം ബാലൻസ് ചെയ്ത് ദൈവം ഒരു അകൈതവമായ, ആ വാക്കെന്ന് വെച്ചാൽ നമ്മൾ പോലും ചിന്തിക്കാത്ത വിധം നമ്മളെ ബാലൻസ് ചെയ്ത് സർവശക്തനായ ദൈവം പരിപാലിച്ചു. അതുകൊണ്ട് സാമ്പത്തിക വെല്ലുവിളി അന്ന് ശക്തമായിരുന്നു. ഒപ്പം ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ആരോഗ്യം. അത് ഒരുപാട് രോഗങ്ങളുടെ അവസ്ഥകളൊക്കെ എനിക്ക്, കാരണം ഞാൻ ശരിക്കും മണ്ണിലിറങ്ങി പണി ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടേഷൻ വർക്കിലൊക്കെ ഞാനും ഒരു പണിക്കാരനായിരുന്നു, കിളയ്ക്കാനും കല്ല് ചുമക്കാനും ഒക്കെ. ആ കാലഘട്ടം ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ ആളുകളിൽ നിന്നൊന്നും എനിക്ക് അങ്ങനെ വലിയ പ്രതികൂലത ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അച്ഛാ, കേരളം പോലെ വികസിതമായ സ്ഥലത്ത് അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇത്രയും വളർച്ചയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനൊരു സ്ഥാപനത്തിന് ശരിക്കും പറയാൻ ആവശ്യമുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. നമ്മൾ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ആളുകൾക്കിടയിൽ ഇത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ലോകത്തെമ്പാടും പരന്നു കിടക്കുന്നൊരു സംസ്കാരം നമുക്കുണ്ട്. കേരളത്തിലെ ജനത ഫൈനാൻഷ്യലി വെൽ സെറ്റിൽഡാണ്. കേരളത്തിലെ ഒരു 90% ജനങ്ങളും, യാതൊരു സംശയമില്ല. എന്നാൽ അച്ഛൻ്റെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്, അങ്ങനെയുള്ള ഇടത്തിലേക്ക് നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഉറപ്പായിട്ടും ഇത്തരം ഭവനങ്ങളിൽ വിലപിക്കുന്ന ഒരുപാട് മാതാപിതാക്കന്മാരുണ്ട്, പരിമിതിയുള്ള ആളുകളുണ്ട്. ഞാൻ ലൈവ് പല വീടുകളിലും പോയി ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. കെട്ടിയിട്ടിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ചങ്ങലക്കിട്ടിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. വളരെ വൃത്തികെട്ട രൂപത്തിൽ, മീൻസ് അതായത് ഒരു പരിചരണം കൊടുക്കാതെ ഏറ്റവും മോശമായ രീതിയിൽ ഞാൻ പലരെയും ബലമായിട്ട് പിടിച്ചിറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾക്കിടയിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത് സമ്പന്നനാണെങ്കിലും ഉണ്ടത്, സാമ്പത്തികമില്ലാത്ത ആളാണെങ്കിലും ഉണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളോ എന്നല്ല, എല്ലാ ഇടങ്ങളിലും നമ്മൾക്കിടയിൽ സജീവമാണ്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം എന്തിനുപയോഗിക്കുന്നു, നമ്മുടെ ധനം എന്തിനുപയോഗിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം പറയാൻ എനിക്ക് സാധിക്കാതെ വരുന്നുണ്ട്. ശരിക്കും കേരളത്തിൽ ഈ അടുത്തിടെ നമ്മൾ കണ്ടതാണ്, വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കന്മാരെ അമ്പലങ്ങളുടെ നടയിൽ ഉപേക്ഷിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പട്ടിയുടെ കൂട്ടിൽ ഒരു അമ്മയെ കയറ്റിയിട്ടതായിട്ട് നമ്മൾ പത്രങ്ങളിൽ, ചാനലുകളിൽ കണ്ടു. ക്രൂരമായി മക്കൾ മർദ്ദിക്കുന്ന മാതാപിതാക്കന്മാരുടെ പടങ്ങൾ നമ്മൾ കണ്ടു. ബസ്സിൽ കയറ്റി അഗതി മന്ദിരങ്ങളുടെ മുമ്പിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന മാതാപിതാക്കളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ന്യൂസുകൾ കാണുന്നുണ്ട്. ഏറ്റവും സമ്പന്നരായ, വിദ്യാഭ്യാസത്തിൽ മുൻപോട്ട് നിൽക്കുന്ന 100% സാക്ഷരതയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിലാണ് സംഭവിക്കുന്നത്. ഒരു അനാഥത്വം സജീവമായി നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെച്ചാൽ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ 136ഓളം സ്ഥാപനങ്ങളുണ്ട്. ഒരു ജില്ലയ്ക്കകത്ത് 136 സ്ഥാപനമുണ്ട്. നമ്മളെല്ലാം സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ളവരാണ്. ഇവിടെ 100 കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യ വിശ്വാസം മാത്രമല്ല, ഇതര എല്ലാ മതവിശ്വാസികളുടെയും സ്ഥാപനങ്ങളിലും നിരവധി പേര് താമസിക്കുന്നുണ്ട്. പക്ഷേ മതം ഒരു പ്രശ്നമല്ലേ? കാരണം ഒരു ക്രിസ്തീയ വൈദികൻ നടത്തുന്ന സ്ഥാപനം എന്ന് പറയുമ്പോൾ ഈ ഒരു കാലത്ത് ക്രിസ്തീയ പീഡനങ്ങളൊക്കെ ഇന്ത്യയിൽ വളരെയേറെ സജീവമാകുന്ന സമയത്ത് അച്ഛൻ ഈ പറയുന്ന ദൈവസ്നേഹവും അച്ഛൻ ഈ പറയുന്ന ദർശനവും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ശരിയായ രീതിയിൽ എപ്പോഴും ആയിരിക്കുമോ? അല്ലെ അച്ഛൻ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ കാണുന്നത്?
അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആധുനിക ലോകത്തെ ക്രൈസ്തവ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നൊരു സമയമാണിത്. പക്ഷെ നമുക്കൊരു എയിമുണ്ട്, കർത്താവിൻ്റെ വരവ്. ഞാൻ വേറെ രീതി ചോദിച്ചോട്ടെ, ഇപ്പം ഇതൊക്കെ ഒരാൾ ചുമ്മാ അങ്ങ് ചെയ്യൂ? ഇതൊരാൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പ്രയാസപ്പെട്ട് ഇത്രയും സഹനം അനുഭവിച്ച് ചെയ്താൽ എന്നാ കിട്ടാനാ എന്നുള്ളൊരു സ്വാഭാവിക ചിന്തയാണ്. ആ ചിന്ത എല്ലാവരുടെയും ഉള്ളിൽ വരും. അച്ഛൻ ചെയ്യുന്നതിന് മുമ്പിൽ എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലോ എന്ന രീതിയിൽ ചിന്തിക്കുന്നതാണ് സാധാരണ മനസ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ ഇടയിൽ അതൊരു വലിയ വെല്ലുവിളിയാണ് അച്ഛൻ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ. എൻ്റെ സഹോദരി എന്നോട് പറയുമായിരുന്നു, എനിക്കൊരു സഹോദരിയേ ഉള്ളൂ, സഹോദരൻ്റെ മകനും അച്ഛനാണ്. സഹോദരി പറയുമായിരുന്നു, എടാ നീ അച്ഛനാകുന്നെങ്കിൽ കല്യാണം കഴിക്കാതെ അച്ഛനാകണം എന്ന് പറയുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യമാണ്, ഒരു വൈദികൻ എന്താണ് എന്നൊരു ബോധ്യമാണ്. ഞങ്ങളുടെ സഭയിൽ കുറച്ചുകൂടി സന്യാസത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അച്ഛൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പെങ്ങളുടെ ഒരു ബോധ്യമാണത്. അവൾ പറയുന്നത് കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുക. അതൊരു സുവിശേഷം മാത്രമല്ല, അതൊരു ഇമ്മാനുവേൽ എന്ന് പറയുന്ന പോലെ അടുത്തിരുന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് കല്യാണം കഴിച്ച അച്ഛന്മാർക്ക് അത് പറ്റത്തില്ലെന്നാണ്. ഒരിക്കലുമല്ല. അത് അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കേണ്ട. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും, നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആകാൻ പറ്റും. ഇപ്പം കുടുംബത്തിലെ വൈദികർ ഒരുപാട് സഭയുടെ പ്രത്യേകിച്ച് എല്ലാ ഡിനോമിനേഷനിലും എത്ര ഭംഗിയായിട്ട് കുടുംബം നോക്കി ശുശ്രൂഷ ചെയ്ത് പോകുന്ന ആയിരക്കണക്കിന് വൈദികരുണ്ട്, എല്ലാ കമ്മ്യൂണിറ്റികളിലും ഉണ്ട്, ഏറ്റവും ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അച്ഛാ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത, നമ്മളുടെ 100% നമുക്ക് ഫ്രീ ആകാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എനിക്ക് കമ്മിറ്റ്മെൻറ്റ് കർത്താവിനോട് മാത്രം, മറ്റുള്ള അങ്ങനെയൊന്നല്ല. ഒരു 100% സമയം കിട്ടും, 100% എൻ്റെ ആരോഗ്യം, എൻ്റെ ബോധം, എൻ്റെ ബുദ്ധി, എൻ്റെ ലൈഫ് മുഴുവൻ എനിക്ക് സമർപ്പിക്കാൻ പറ്റും. പക്ഷേ അതിനിടയ്ക്ക് വേറെ കാര്യമില്ല. ഇപ്പോൾ അച്ഛനൊരു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ അച്ഛൻ അങ്ങനെ ഒരു വളരെ ഒരു സന്യസ്ത സമൂഹത്തോടുള്ള ചോദ്യമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഞാനും ഒരുപാട് റെസ്പെക്ട്ഫുള്ളി കാണുന്ന ഒന്നാണ് ഈ പറയുന്ന ഒരാൾ സന്യാസം, ഒരാൾ ധേറയായിട്ട് നിൽക്കുന്നത് വളരെ ബഹുമാനത്തോടെ കാണുന്നത്. ഒരുപാട് സ്നേഹമുള്ള അച്ഛന്മാരുണ്ട്. പക്ഷേ നിങ്ങളൊരു വല്ലാതൊരു ഒറ്റപ്പെടലിൻ്റെ അനുഭവം നിങ്ങൾക്കില്ലേ? പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 40 തൊട്ട് 50 വയസ്സ് വരെയുള്ള കാലം സന്യസ്തരുടെ ഏറ്റവും ഭീകരമായ കാലമാണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഒരിക്കലുമല്ല. അങ്ങനെ നമുക്ക് തോന്നുമായിരിക്കാം, വെളിയിൽ ഒരാൾ നമ്മളെ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നുമായിരിക്കാം. സന്യാസികളെ സംബന്ധിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. പരമപ്രധാനമായി നമ്മൾ പറയാറില്ലേ അച്ഛാ, ഇപ്പം ഒരു കപ്പലിന് പോകണമെങ്കിൽ വെള്ളം വേണം. വെള്ളത്തിലൂടെ കപ്പല്, ബോട്ട് ഒക്കെ പോകത്തുള്ളൂ, അത് ഉറപ്പാണ്. കപ്പലിന് പോകണമെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ചാല അല്ലെങ്കിൽ വെള്ളത്തിന് ആഴമായ ഇടമുണ്ടാണ്. പക്ഷേ അത് വെളിയിൽ കിടക്കുന്ന അവസ്ഥയാണ്. എന്നാൽ വെള്ളം കപ്പലിൻ്റെ അകത്തായാലോ കപ്പലും മുങ്ങും. അതായത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അച്ഛാ, ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്ത് നമ്മുടെ കൂടെ വെക്കരുത്. ഇപ്പം ചവർ എന്നൊരു വാക്ക് നോർമലി നമ്മൾ പറയുന്നത്, ചവർ കാണുന്ന ലോകത്തിൻ്റെ ചവറെല്ലാം കൂടി എടുത്ത് വെക്കാൻ പറ്റുന്നൊരിടമല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ മക്കൾക്ക് നമുക്ക് ചില നിബന്ധനകൾ കർത്താവ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ ആകാവൂ, നമ്മളങ്ങനെ ആകുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇങ്ങനെ ആകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പള്ളിയുടെ അകത്ത് കിടക്കേണ്ട മാറ്റിന് പകരം മുറ്റത്ത് കിടക്കുന്ന മണൽ പള്ളിക്കകത്ത് വരാൻ പാടില്ല. ചെരുപ്പ് പുറത്തിടണമെന്ന് പറഞ്ഞത് ഒരു സിസ്റ്റമാണത്. നമ്മൾ പാരമ്പര്യമായിട്ട് ആ സിസ്റ്റം എന്താ, വിശുദ്ധിക്ക് വേണ്ടി നിൻ്റെ ചെരുപ്പ് അഴിച്ച് മാറ്റുക എന്ന് പറയുന്ന പണ്ട് മോശയോട് പറഞ്ഞാൽ അതെ, കാരണം കർത്താവാസിക്കിടം ഒരു വിശുദ്ധി എന്ന് പറയുന്ന പോലെ പുറത്തുള്ള എല്ലാം കൂടി നമ്മൾ എടുത്തു വെച്ചാൽ ലോകം നമ്മളെ ഞെരുക്കുമ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് അവരെ പോലെ ആകാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് അവരെ പോലെ നല്ല എല്ലാവരുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അംഗീകാരം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചാൽ ഈ പറയുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ തോന്നും. പക്ഷേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ അകത്ത് സത്യസന്ധമായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ മൂവ് ചെയ്യുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് സന്യാസം ഒരു ഭാരമല്ല, സന്യാസം വലിയൊരു പുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും വിളിയാണ്. അച്ഛാ അങ്ങനെയാണോ ചോദിക്കട്ടെ, കല്യാണം കഴിക്കാതെ നിൽക്കുന്നവരും സന്യസ്തരും തമ്മിലുള്ള വ്യത്യാസമല്ലേ? പലരും അതല്ലേ, കാരണം എനിക്ക് സ്ത്രീയൊന്നും എടുക്കാൻ വയ്യ, കല്യാണത്തിന്റെ കുടുംബത്തിന്റെ പ്രശ്നമൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവർ കുറേ പേരുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് 12 പേരെ തിരഞ്ഞെടുത്തത്. കർത്താവിൻ്റെ കൂടെ ഒരുപാട് കല്യാണം കഴിക്കാത്തവരുണ്ടായിരുന്നു, വേറെ കർത്താവിനെ കാണുമ്പോൾ വരുന്നവരും പോകുന്നവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരിക്കുമല്ലോ. പക്ഷേ ഈ 12 പേരെ ഒരു രാത്രി മുഴുവൻ ആലോചിച്ച് ആരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് തിരഞ്ഞെടുത്തത്. ദാറ്റ് ഈസ് ഡിഫറൻസ്. ആ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരും ഒരു കൂട്ടം, അല്ലാത്തവരും വേറെ. പക്ഷേ ഈ 12 പേർക്ക് മാത്രമേ കർത്താവുമായിട്ട് വളരെ അറ്റാച്ച്ഡായിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ കർത്താവിനെ കേൾക്കാൻ വന്നു, കർത്താവിൻ്റെ സുവിശേഷം കേട്ടു, മാനസാന്തരപ്പെട്ടു, അനുഗ്രഹം ആവശ്യമുണ്ട്. ഒരു ഈക്വലൈസേഷൻ ഉണ്ട് അവിടെ. എന്നാൽ
കർത്താവിൻ്റെ വിളി അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ളതാണ്. അച്ഛനും ഞാനും നമ്മുടെ സമൂഹങ്ങളൊക്കെയും ഓരോരുത്തർക്ക് ഓരോ വിളി ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ ഈ ഓരോ വിളി എന്ന് വെച്ചാൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് കർത്താവ്. ചിലരെ കുടുംബസ്ഥരാകുവാൻ, ചിലരെ സന്യസ്തരാകുവാൻ, ഉറപ്പായിട്ടും ചിലരെ അല്ലേ ജീവിതത്തിൽ ദൈവിക വേല നോക്കാനൊക്കെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ഒരു വചനമാണ്. കർത്താവ് ഇത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ 12 പേരെ 30-ാം വയസ്സിൽ ചങ്കായിട്ട് കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നത് കർത്താവ് ഇത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഞാൻ ഈ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമ്മളിങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളെ കൂടുതലും അച്ഛൻ്റെ കേട്ടത്. എനിക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത് അച്ഛനൊരു സന്യസ്തനായിട്ട് ഒരുപാട് ദർശനമുള്ള ഒരു എനിക്ക് ഞാനിപ്പോൾ അച്ഛനെ ഒരു ഇരുത്തിക്കൊണ്ട് പറയാൻ ഒരുപാട് പാഷനേറ്റ് ആയിട്ട് ഒരാളെയാണ് അച്ഛനിൽ ഞാൻ കാണുന്നത്. അച്ഛാ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബോധ്യങ്ങളായത് എനിക്കങ്ങനെ കുറച്ച് ബോധ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഈ വചനമില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. അച്ഛാ അത് തുറന്ന് പറയുവാണ്, ഇൻ്റർവ്യൂവിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഞാൻ പറയാം, വചനമില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. അതിനകത്തെ വെളിച്ചം നമ്മളെ നയിച്ചാലേ നമ്മൾക്ക് ഇരുട്ടില്ലാതിരിക്കത്തുള്ളൂ. അതൊരു റിയൽ റീസണാണ് പറയുന്നത്, ക്രിസ്ത്യാനിറ്റിയിൽ പ്രത്യേകിച്ച്. അപ്പോൾ വചനം നമുക്ക് തരുന്ന ധൈര്യമുണ്ട്. അതെ, എക്സാക്ട്ലി. ആ ധൈര്യമാണ് എല്ലാറ്റിൻ്റെ പിന്നിൽ. ഈ വചനം വായിച്ച് ദൈവം പ്രവർത്തിക്കും എന്നൊക്കെ പറയുന്നത് വളരെ ശക്തമായ ഒരു ആലോചന. നമ്മുടെ ബോധ്യങ്ങളിലൂടെ വചനം നൽകപ്പെടുന്നു. ഈ അച്ഛൻ്റെ ഈ ഒരു ബെത്സേദ മിഷന് എന്നെ പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ളൊരു കാര്യം, ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു കാലത്ത്. എനിക്ക് അത് പോയിട്ട് എനിക്ക് അധികം വർഷങ്ങളായിട്ടില്ല, മനസ്സിലായി. പക്ഷേ എങ്കിൽ ദൈവം അനുവദിച്ചാൽ എനിക്കൊരു വലിയ സ്വപ്നമുള്ളൊരു കാര്യമാണ്, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കാര്യമാണ് ഇത്. അച്ഛൻ്റെ ലൈഫിൽ ഈ ഒരു വലിയ സമർപ്പണത്തോടെ ഇറങ്ങിയിട്ട് അച്ഛന് സന്തോഷമുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ ഈ ഒരു വലിയ മിഷൻ, അതായത് അച്ഛൻ ഇറങ്ങി തിരിച്ചു, ദൈവം പ്രവർത്തിച്ചു, അതിൽ അച്ഛൻ ഓർമ്മയിൽ വരുന്ന കുറേ സന്തോഷമുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ബെത്സേദ മിഷൻ ശരിക്കും തുമ്പമൺ എന്ന സ്ഥലത്ത് സ്റ്റാർട്ടായിട്ട് 13 വർഷം കഴിഞ്ഞ് 14-ാം വർഷത്തിലേക്കുള്ള റണ്ണിങ്ങാണ്. എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ നിലവിൽ 49 വയസ്സുണ്ട്. എനിക്ക് 49 വയസ്സ്. ശരിക്കും ഞാൻ 76 ആണ്. 49 വയസ്സുണ്ട് എനിക്ക്. ഈ 49 വയസ്സിലെ ഏറ്റവും മനോഹരവും സൗന്ദര്യമുള്ളതും സ്പിരിച്വലി ഞാൻ ഏറ്റവും സന്തോഷിച്ചിട്ടുള്ളതുമായ 13 വർഷങ്ങളാണ് കടന്നു പോയിട്ടുള്ളത്. എന്നാൽ അതേപോലെ തന്നെ പറയുന്നു, ഈ 13 വർഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധിയിൽ നിറഞ്ഞതും സങ്കടകരവും ഒരുപാട് വേദന നിറഞ്ഞതുമായ വർഷങ്ങളാണ്. ഈ മധുരവും കയ്പും ഒരുപോലെ ഫേസ് ചെയ്ത 13 വർഷങ്ങൾ. ഇതിനകത്ത് ഞാൻ കർത്താവാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയുമ്പോൾ നമ്മൾ കയ്പിനെ മാറ്റി നിർത്തും, ദുഃഖങ്ങളെ മാറ്റി നിർത്തും, സങ്കടങ്ങളെ മാറ്റി നിർത്തും, ഒറ്റപ്പെടൽ മാറ്റി നിർത്തും. ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല. ഇന്ന് ആക്ച്വലി ഞാൻ ബെത്സേദ തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോയൊരു മനുഷ്യനല്ല, ഒരു പുരോഹിതനല്ല. ഇത് സെൽഫായിട്ട് പറയുമല്ല, ബെത്സേദ കാണുന്നവർക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. ഒരു പക്ഷേ ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു നല്ല മെത്രാപ്പോലീത്ത അതിനെ നയിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ അച്ഛൻ പറഞ്ഞ സന്തോഷം, ഏറ്റവും വലിയ മുഹൂർത്തം എന്ന് പറയുന്നത് അതുതന്നെയാണ്. എൻ്റെ മെത്രാപ്പോലീത്ത തന്നെയാണ്. അദ്ദേഹം ഒരു ലൈഫോ നല്ല ജീവിതമുള്ളൊരു മെത്രാപ്പോലീത്തയാണ്. വെറുതെ പറയുന്നതല്ല, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ജീവിതമുള്ള ഒരാളാണ്. ഒരുപാട് ദൈവകൃപകൾ വസിക്കുന്ന ഒരു ഹൃദയം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ ബെത്സേദ മിഷൻ ഹോം സമ്പൂർണ്ണമായി എത്തിച്ചതാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദൈവാനുഭവത്തിൽ ഒന്നാമതുള്ളത്. രണ്ടാമത് അച്ഛാ, കർത്താവിൻ്റെ വേല ഭൂമിയിൽ നടക്കണമെങ്കിൽ കർത്താവിന് ചില സെലക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ കർത്താവിൻ്റെ സെലക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കർത്താവ് എന്നെ സൂക്ഷ്മതയോട് പരിപാലിച്ചു നോക്കി. ഇപ്പം ഞാൻ ഈ രാജ്യത്തിരിക്കുന്നു. എനിക്ക് അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുന്ന ഇടമായിരുന്നില്ല. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് ഇതൊന്നുമല്ല. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു 13 വർഷം അച്ഛൻ ഒരുപാട് ജീവിതങ്ങളെയാണ് കണ്ടത്. ഈ ജീവിതങ്ങൾ അച്ഛൻ ഒരുപാട് എനർജി തന്നുകൊണ്ട് തന്നെയാണ്, അല്ലേ? നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നമുക്ക് ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. അപ്പം ചില മുഖങ്ങൾ അച്ഛൻ്റെ മുഖത്ത് കാണാം. അച്ഛൻ പറഞ്ഞു ബിഷപ്പിൻ്റെ മുഖം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. അതെ, ഞാൻ ആ മെറിറ്റാണ് പറഞ്ഞത്. പക്ഷേ ഞാനതിലേക്ക് വരികയാണ്. ഞാൻ അനുഭവിച്ച ബാഹ്യകരമായ മെറിറ്റാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് എന്നോടുള്ള ഇൻഡിവിജ്വൽ ചോദ്യമായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സ്ഥാപനം കണക്ട് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഉറപ്പായിട്ടും ഈ പറഞ്ഞ ആ റീസൺ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്, ഞാൻ ഒരുപാട് മനുഷ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അലിഞ്ഞു തിരിഞ്ഞ് വളരെ വൈകൃതമായി ഒരുപാട് വൃത്തിഹീനമായി നടന്ന കുറേ പേരെ ബലമായിട്ട് പിടിച്ച ഒരാളെ പറ്റി അച്ഛൻ പറയാമോ? പേരൊന്നും പറയണ്ട, അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന്. പിന്നെ ഇപ്പോൾ ബെത്സേദയിൽ ഉണ്ട് രാജു എന്ന് പറയുന്ന ആൾ. അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ വീട് മാന്നാർ എന്ന സ്ഥലത്ത്, പരുമലയ്ക്കടുത്ത് മാന്നാർ എന്ന സ്ഥലത്താണ്. അദ്ദേഹം റോഡിൽ ജീവിക്കുന്ന ഒരാളാണ്. രാജു ഒരു ഡൗൺ സിൻഡ്രോം ബാധിച്ച ഒരു മകനായിരുന്നു. അവന് ഇവരുടെ പരുമലയിൽ നിന്നൊരു ടയർ ഉരുട്ടി മാവേലിക്കര വരെ പോകും. 13-14 കിലോമീറ്റർ ഉണ്ട് ഒരു ദിവസം. തിരിച്ച് വൈകിട്ട് അതുപോലെ വരും. വരുന്ന സമയത്ത് കടകളിലെല്ലാം കയറി കൈ നീട്ടും, ഭക്ഷണം കഴിക്കും. അവൻ്റെ തലയിൽ ഒരു ഹെൽമെറ്റ് ഉണ്ട്. എവിടെ പൊട്ടിപ്പൊളിഞ്ഞൊരു ഹെൽമെറ്റാണ്. ആ ചിത്രം ഞാൻ കാണിച്ചു തരാം അച്ഛന്. ഒരു ടയർ, സൈക്കിൾ ടയർ ഉണ്ടാകും. ഇതിങ്ങനെ ഉരുട്ടിയാണ് ഈ പോകുന്നത്. കാലിൽ മൊത്തം വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതൊക്കെ നല്ല ക്ലിയർ. ഇപ്പോഴും അതൊക്കെ ഉണ്ട് അവന്. ഞാൻ അവനെ പോയി കണ്ടെത്തുകയായിരുന്നു. രാത്രി കിടക്കുന്ന ഒരു വെയിറ്റ് ഷെഡിനകത്ത് തണുപ്പത്ത് കഷ്ടപ്പെട്ട് എന്നെ ആരും ഇൻഫോം ചെയ്തിട്ട് ഞാൻ പോയി അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ വയ്യാത്ത സങ്കടം തോന്നി. കാരണം അവൻ്റെ കുടുംബം, അവന് ഫാമിലിയൊക്കെ ഉള്ളതാണ്. അപ്പനും അമ്മയും മരിച്ചു പോയെങ്കിൽ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അയാളൊരു KSRTC സ്റ്റാഫാണ്. അത്യാവശ്യം ജീവിച്ചു പോകാവുന്നൊരു കുടുംബമായിരുന്നു അവൻ്റെ. പക്ഷേ അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും ഇറക്കി വിട്ടുവെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. അവൻ തെരുവിലായിട്ട് 3-4 വർഷമായി. അവനെ കൂട്ടിക്കൊണ്ട് വന്നു. ഇന്ന് അവൻ സ്വന്തമായിട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന വിധത്തിലേക്ക് തുണി അലക്കും, ടോയ്ലറ്റിൽ അവൻ്റെ കാര്യങ്ങൾ നോക്കും, ഭക്ഷണം കഴിക്കും, പാത്രം കഴുകും. എല്ലാത്തിലുപരി പ്രാർത്ഥിക്കാൻ അവന് മുമ്പിലുണ്ട്. ഡൗൺ സിൻഡ്രോം ആണ് ആൾ, പക്ഷേ സ്മാർട്ടാണ്. സൈക്കാട്രിക് പ്രോബ്ലമുള്ള പലരും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് അവിടെ താമസിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ അവർ താമസിക്കുന്നുണ്ട് അവിടെ. അതുപോലെ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള പലരും ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ. ഞാൻ കണ്ടെത്തിയ മുഖങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ ചരിത്രമാണുള്ളത്. ആ ചരിത്രത്തെ എല്ലാം സ്നേഹപൂർവ്വം ഞാൻ സ്വീകരിച്ചപ്പോൾ എൻ്റെ ജീവിതം കൂടി ശോഭിക്കുകയായിരുന്നു. ഒരു വചനമുണ്ട്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിലിരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ കൂട്ടായ്മയുണ്ട്. 1 യോഹന്നാൻ 1:7 വചനമാണ്. അതായത് കർത്താവ് വെളിച്ചത്തിലിരിക്കുന്നു, നമ്മളും ആ വെളിച്ചത്തിലിരിക്കുമ്പോഴാണ് മനുഷ്യർ തമ്മിൽ കൂട്ടായ്മയുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ വെളിച്ചവും കർത്താവിൻ്റെ സ്നേഹവും നമ്മളെ ഉണ്ടെന്നുള്ള ബോധ്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു നല്ല എക്സ്പീരിയൻസ് നമ്മുടെ മനസ്സിലുണ്ട്. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അച്ഛൻ ഒരു പുരോഹിതനാണോ, ഒരു സോഷ്യൽ വർക്കറാണോ, അതോ ഒരു മനുഷ്യസ്നേഹിയാണോ? കാരണം മദർ തെരേസ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഐ ക്യാൻ സീ ജീസസ് ക്രൈസ്റ്റ് ഇൻ പീപ്പിൾ ഹു ആർ സഫറിങ്. അപ്പം അവരുടെ ഉള്ളിലെ സ്നേഹം, അവരുടെ ഒരു മനുഷ്യ സ്നേഹം, ദൈവസ്നേഹം മനുഷ്യസ്നേഹമായിട്ട് ഒരു എന്താ പറയുക, ഒരു മിസ്റ്ററി ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛൻ എങ്ങനെയാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു മതപരമായ ഒരു ഇൻവോൾവ്മെൻ്റ് ആയിട്ടാണോ, അതോ ഒരു മനുഷ്യസ്നേഹമായിട്ടാണോ? എങ്ങനെ അച്ഛനിൽ സംഭവിക്കാറുള്ളത്? തീർച്ചയായിട്ടും അച്ഛാ, ഞാനൊരു പുരോഹിതനായതുകൊണ്ടാണ് എനിക്കിതിലേക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റിയത്. ആ പൗരോഹിത്യത്തിനകത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പുരോഹിതനാണെന്നൊരു ബോധ്യം എനിക്കുണ്ട്. മതം ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ, ക്രിസ്ത്യൻ ഫെയ്ത്ത് തന്നെ എല്ലാവരെയും ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ ആയതുകൊണ്ട് ഒരുപക്ഷെ മറ്റൊരു തലത്തിലേക്ക് ഞാൻ മാറിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് 100% ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ എൻ്റെ വിളി, എൻ്റെ നിയോഗം ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നാണ്. ഞാനൊരു പുരോഹിതനായതുകൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സഭയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു നിയോഗത്തിലേക്ക് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എന്നെ ആ നിയോഗം ഏൽപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ഈ മതം എന്ന വാക്കിന് ഭ്രാന്തെന്ന് അർത്ഥമുണ്ട്, മതം പൊട്ടി എന്നൊക്കെ. അപ്പം ഈ സ്നേഹത്തിൻ്റെ ഒരു ഭ്രാന്ത് എന്നൊക്കെ വേണേൽ വിളിക്കുമ്പോൾ അല്ലല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇപ്പം ഒരു സാധാരണ മനുഷ്യൻ പോകാത്ത വഴിയിൽ കൂടെ ഒക്കെ നമ്മൾ സഞ്ചരിച്ചെന്ന് വരും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ വെച്ചാൽ, ഇപ്പം മതപരിവർത്തനം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നൊരു കാലമാണ്. ഇപ്പം അച്ഛൻ്റെ ഈ ഒരുപാട് പേര് പ്രയാസപ്പെടുന്ന, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരാളെ അടക്കം വന്നിട്ട് അവരിൽ അച്ഛൻ ഏത് തരത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കാൻ ശ്രമിക്കാറുള്ളത്? നമ്മുടെ അവിടെ ഉള്ളവർക്കെല്ലാം യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അത്ര കണ്ടത് പ്രോത്സാഹിപ്പിച്ചില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല. യേശുക്രിസ്തുവിനെ കൊടുക്കുക എന്ന് പറയുന്നത്, യേശുക്രിസ്തു ഇപ്പം ഞാനാണെങ്കിലും നമ്മുടെ പൂർവികരാണെങ്കിലും യേശുക്രിസ്തുവിനെ അറിഞ്ഞ് നമ്മൾ കൂടെ കൂടിയതാണ്, ക്രിസ്തുവിൻ്റെ കൂടെ കൂടിയവരാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ കൂടുക എന്നുള്ളതൊരു മഹാഭാഗ്യം തന്നെ. ലോകം മുഴുവൻ ഇന്ന് അങ്ങനെ ഒരു ചരിത്രത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അറിയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ക്രിസ്തുവിനെ അറിയാനും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ വഴി തുറന്നു കൊടുക്കും. അത്രയേ ഉള്ളൂ. പക്ഷേ ഞാനിത് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ ഈ സുവിശേഷത്തിന് കഴിയും. ഇത് ഒരു മിഷനാണ്, ഒരു വിഷനാണ്.
ഈ മിഷനും വിഷനും ചേരുമ്പോൾ നടുവിൽ യേശുക്രിസ്തുവാണ് നിൽക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ നമ്മുടെ പ്രവൃത്തികളെ കണ്ട് നമ്മൾ വലുസേ പറയുന്നില്ലേ, അല്ല പ്രവാചകൻ പറയുന്നുണ്ട്, അവനിൽ ദൈവമുണ്ട് അതുകൊണ്ട് അവനോട് പോകാം എന്ന് പറയുന്നൊരു ചിത്രമുണ്ടല്ലോ. അപ്പം നമ്മളെ ഒരാൾ കാണുമ്പോൾ നമ്മൾ യേശുക്രിസ്തു ഉണ്ടെന്ന് കണ്ടാൽ നമ്മളെ ഫോളോ ചെയ്യും ആളുകൾ. അച്ഛാ, ഞാൻ നമ്മൾ ഒരു പുരോഹിതൻ എന്നുള്ള രീതി കൊണ്ടാണ് അച്ഛൻ ഇത് പ്രവർത്തിക്കുന്നതിനോട് പറഞ്ഞു. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ ഒരു വളരെ റിലീജിയസ്ലി സെൻസിറ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ അച്ഛൻ ഒരുപാട് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നതൊക്കെ തന്നെ ചിലരേലും പേടിയോടുകൂടോ സംശയത്തോടൊക്കെ കാണാം. അത് കാണിക്കുമ്പോൾ അവരുടെ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമമായിട്ടാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാം. അപ്പോൾ അച്ഛൻ ഈ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ക്രിസ്തു എങ്ങനെയാണ് അച്ഛൻ അവതരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ അച്ഛൻ അവതരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒന്ന് തുറന്നു പറഞ്ഞാൽ. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ പ്രതിസന്ധിയുള്ളൊരു ഇൻമേറ്റിനെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർക്ക് നമ്മളോട് തന്നെ ഒരു ചായവുണ്ടാവും, തിരിച്ചിങ്ങോട്ടുണ്ടാവും. എന്താണ് അവർ ചെയ്യുന്നത്? ഞാനൊരാളെ മാവേലിക്കര ചാരുമൂട് എന്ന സ്ഥലത്ത് നിന്നൊരു വലിയ മാനസിക രോഗമുള്ള ഒരാളെ കൊണ്ടുവന്നു. അയാളുടെ പേര് രവീന്ദ്രൻ എന്നായിരുന്നു. രവീന്ദ്രൻ ഭയങ്കര വയലൻ്റ് ആവുന്ന ഒരാളാണ്. അയാളെ വണ്ടിയിൽ കെട്ടിയിട്ടുണ്ട്, കമഴ്ത്തി കിടത്തി കെട്ടിയിട്ടുകൊണ്ട് വന്നതാണ്. അയാളെ അവിടെ കൊണ്ടുവന്നു. എന്നെ കണ്ടപ്പം എന്നെ കണ്ടില്ല, കാരണം കമിഴ്ന്ന് കിടക്കുക. ഞാൻ പറഞ്ഞു കെട്ടഴിക്കാൻ പറഞ്ഞു. കെട്ടഴിച്ചാൽ അപകടം പറഞ്ഞു. കെട്ടഴിക്കാൻ പറഞ്ഞു. കെട്ടഴിച്ച് ഞാൻ അടുത്ത് വന്നു. ആ മനുഷ്യൻ കൈകൂപ്പി കരഞ്ഞുകൊണ്ട്, അച്ഛാ എന്നെ ഒന്ന് കെട്ടഴിച്ച് വിടാൻ പറ. കുറച്ച് എന്നെ കണ്ടപ്പോൾ പറഞ്ഞാൽ കെട്ടഴിച്ചു വിടാം, എനിക്കൊരു പ്രശ്നവുമില്ല, എന്നെ കെട്ടഴിച്ചു വിടാം, എനിക്കൊരു പ്രശ്നവുമില്ല അച്ഛാ എന്ന് പറഞ്ഞു. അയാളെ കെട്ടഴിച്ചു വിടാൻ പറഞ്ഞു. കെട്ടഴിച്ചു വിട്ടു. അയാളെ കമഴ്ത്തി കിടത്തി. അയാളെ ഞാൻ ഇരുത്തി, ഓഫീസിലിരുത്തി സംസാരിച്ചു പേഴ്സണലി. അയാൾ നല്ലൊരു മനുഷ്യനാണ്. ഇപ്പോഴും അയാൾ ബസ് ചെയ്താലുണ്ട്. ഭീകരമായ ഉപദ്രവങ്ങൾ അയാൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്നത് എന്താണോ അച്ഛൻ അപ്പോൾ അവിടെ എന്താ കൊടുത്തേ? ആ മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ആദ്യം പറഞ്ഞത് മാനസിക രോഗിയാണെന്നാണ് പറഞ്ഞത്. അതെ. ഒരു മാനസിക രോഗിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അച്ഛന് ഈ പറയുന്ന സ്നേഹം മാത്രം കൊടുത്താൽ അത് ഒരിക്കലുമല്ല. ഒരിക്കലും അച്ഛൻ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഉള്ളിലുള്ള ഒരു ബോധ്യത്തെ ഞാൻ അയാളോട് പറഞ്ഞു. കെട്ടഴിച്ചുകൂടെ? ലാസറിനെ കെട്ടഴിച്ചുവിടാൻ പറഞ്ഞത് മരിച്ചിടത്തു നിന്നാണ്, ബന്ധിക്കപ്പെട്ടിടത്തു നിന്നാണ്. ഒരു സന്ദേശമുള്ളത്, ലാസറിൻ്റെ കെട്ടഴിക്കാൻ പറഞ്ഞാൽ അവിടെ ഒന്നോരോടാ, നിങ്ങളല്ലേ കെട്ടിയത്, നിങ്ങളഴിക്കുക, അവൻ സ്വതന്ത്രനായി പോകട്ടെ. കാരണം മരിച്ചിടത്തുനിന്ന് മാത്രമല്ല, ചീഞ്ഞളിഞ്ഞിടത്ത് വന്നു, കെട്ടപ്പെട്ടിടത്ത് വന്നു, മുറുകിപ്പോയി. ആ അവസ്ഥയിൽ നല്ല ഫ്രീ ആക്കാനാണ് പറഞ്ഞത്. രവീന്ദ്രനെ നമ്മൾ വെറുതെ വിട്ടില്ല. രവീന്ദ്രൻ നല്ല ചികിത്സ കൊടുത്തു. എന്തൊക്കെയാണ് അച്ഛൻ അവിടെ ചെയ്യുന്നത്? അപ്പം ഇപ്പോൾ രവീന്ദ്രനെ പോലെ അവിടെ വരുന്നവർക്ക് അപ്പം അച്ഛൻ ഈ സ്നേഹം കൊണ്ട് ചെയ്യുന്നതെന്ന് ആദ്യം നമ്മൾ പറഞ്ഞു തരും. അച്ഛൻ അതിനെ എങ്ങനെയാണ് ഒരു എക്സ്പ്രസ് ചെയ്യുന്നത്? അല്ല, എൻ്റെ ചോദ്യം ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയാണ് ഒരാൾ വന്നാൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി? ചിലപ്പോൾ അച്ഛൻ പറയാൻ ഇപ്പോൾ എന്നോട് ശ്രമിച്ചത് എനിക്ക് തോന്നുന്നു മെഡിക്കൽ കെയർ എന്നുള്ള ആസ്പെക്റ്റ് ഒക്കെ പറയാം. തീർച്ചയായിട്ടും. നമ്മൾ സൈക്കാട്രി പ്രോബ്ലമുള്ള 19-20 പേര് മാത്രം അവിടെ ഉണ്ട്. ഈ മൈൽഡ് കാറ്റഗറി പെട്ടിട്ടുണ്ട്, സിവിയർ ആയിട്ടുള്ളവരുണ്ട്, മോഡറേറ്റർ, പല തരത്തിലുള്ളവരുണ്ട്. നമ്മളവരുടെ കാറ്റഗറി തിരിക്കും. അച്ഛൻ്റെ സ്ഥാപനത്തിൽ വരുന്ന ഒരാളെ അച്ഛൻ ഈ ദൈവസ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്നത് അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാമോ? ഒന്നാമത് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലുണ്ടെങ്കിലേ നമുക്കിത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എക്സാക്ട്ലി. നമ്മളിൽ ഇതൊന്നും ഇല്ല എങ്കിൽ, നമ്മളിനി എന്ത് പറഞ്ഞാലും പൗലോസേ പറയുന്ന പോലെ, ഈ സ്നേഹമില്ല എങ്കിൽ ഈ നമ്മൾ കൈത്താളം ചിലമ്പിപ്പോവും, സൗണ്ട് വികൃതമാവും, അടിക്കുന്ന നമുക്ക് മനസ്സിലാവില്ല, കേൾക്കുന്ന കേൾവിക്കാർക്ക് മനസ്സിലാകത്തില്ല. ആദ്യം ഉണ്ടാകേണ്ടത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലുണ്ടാകണം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹമില്ലാത്തത്തോളം കാലം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒരു കംപ്ലീറ്റഡ് റിസൾട്ട് ഉണ്ടാകത്തില്ല. റിസൾട്ട് ഉണ്ടാകും, കുറച്ച് പേരെയൊക്കെ നമുക്ക് നേരെയാക്കാൻ പറ്റും, പക്ഷേ കംപ്ലീറ്റ് ആകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വിവേകം കൂടെ ഉപയോഗിക്കണം. നമ്മുടെ ഒരു പ്രാർത്ഥനാ അനുഭവത്തിനകത്ത് നമ്മളിവരെ സംരക്ഷിക്കുമ്പോഴും മെഡിക്കൽ കെയർ ആവശ്യമുള്ളവർക്ക് അനിവാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് അത് സാധ്യമാക്കണം. ഇപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവർക്ക് നമ്മൾ പ്രാർത്ഥന മാത്രം മതി എന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. അവർക്ക് ഉറപ്പായിട്ടും മെഡിക്കൽ സേവനം അനിവാര്യമാണ്, ആവശ്യമാണ്. നിരവധി പേരെ നമ്മൾ ഇപ്പോഴും ചികിത്സിക്കുന്നുണ്ട്, അവർക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട്, അവർ ഭംഗിയായിട്ട് അവർ ലൈഫിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഈ മുമ്പേ പറഞ്ഞ രവീന്ദ്രൻ ഉൾപ്പെടെ വയലൻ്റ് ആയിരുന്ന ആളുകളൊക്കെ പരിമല ഹോസ്പിറ്റലും അതുപോലെ മർത്തോമ ഹോസ്പിറ്റൽ, റാന്തിയിൽ മർത്തോമ ഹോസ്പിറ്റലുണ്ട്. ഇവിടെ എല്ലാം ഞങ്ങൾ പുഷ്പഗിരിയിൽ ഡോക്ടർ ലിസ, ഒരു കന്യാസ്ത്രീയാണ്, ഡോക്ടർ ലിസ നല്ലൊരു ഡോക്ടറാണ്. ഞങ്ങൾ അവരെല്ലാം പോയി നമ്മുടെ ആളുകളെ കണക്ട് ചെയ്ത് ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പിരിച്വൽ ഇടത്തിൽ ആത്മീയ സന്തോഷം കൊടുക്കുമ്പോൾ തന്നെ ഭൗതികമായി അവർക്ക് ആവശ്യമുള്ള എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനകത്ത് സ്നേഹം കൂടെ ചാലിച്ചാൽ, ചേർത്ത് പിടിക്കലൂടെ നമ്മൾ ഉപയോഗിച്ചാൽ
തീർച്ചയായിട്ടും വെച്ചാൽ അതൊരു സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് മാറി ഇവരെ നമുക്ക് നോർമലാക്കാൻ പറ്റും. അതിനൊക്കെ അച്ഛൻ എന്ത് റിസോഴ്സുകളാണ് ബെത്സൈദയിലുള്ളത്? ബെത്സൈദയുടെ പ്രവർത്തനത്തിന് എന്തൊക്കെ സൗകര്യങ്ങൾ അച്ഛനുണ്ട്? ഇപ്പോൾ ഒരു സഭയുടെ സംവിധാനത്തിലായതുകൊണ്ട് ഇപ്പോഴെന്നല്ല നേരത്തെ ആണെങ്കിലും പാലിയേറ്റീവ് ഫീൽഡുകൾ വളരെ സ്ട്രോങ് ആണ്. നമുക്ക് നിലവിൽ പാലിയേറ്റീവ് വാർഡുകൾ തന്നെയുണ്ട്. നിരവധി പാലിയേറ്റീവ് പേഷ്യൻസ് ഉണ്ട്, സൈക്കാട്രിക് പേഷ്യൻസ് ഉണ്ട്, ഓട്ടിസം, ഡൗൺ സിൻഡ്രം, മുമ്പേ പറഞ്ഞ പോലെ ഡൗൺ സിൻഡ്രംകാരുണ്ട്, ആരുമില്ലാത്തവരുണ്ട്, പല സെക്ഷനിൽപ്പെട്ടവരവിടെ താമസിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളവിടെ ഒരു ആത്മീയ സന്തോഷം അത് എടുത്തു പറയുന്നത് കൃത്യമായ പ്രാർത്ഥനകൾ അവിടെയുണ്ട്. 3 നേരം അവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമസ്കാരങ്ങൾ, പ്രാർത്ഥന നടക്കുന്നുണ്ട്. ബുധൻ, സൺഡേ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന നടക്കുന്നുണ്ട്. എല്ലാ സമയങ്ങളിലെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് 24 ഹവറും ബത്സൈദയുടെ പ്രത്യേകത 24 ഹവറും ബത്സൈദയിൽ ബൈബിൾ വചനങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. ചെറിയ സൗണ്ടിൽ, നേരത്തെ സൗണ്ടിൽ മൂവ് ചെയ്യുന്നുണ്ട്. 24 ഹവറും വാർഡുകളിൽ, മുറ്റത്ത്, നമ്മുടെ പറമ്പുകളിൽ, നമ്മുടെ കോമ്പൗണ്ട് മുഴുവനും കിട്ടുന്ന വിധമുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ബത്സൈദയിൽ ഒരു കെടാവിളക്കുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ ധ്യാനാത്മകമായി സ്വീകരിച്ചുകൊണ്ട് പുന്നക്കുന്ന് മലയിലാണ് സ്ഥാപനം. ആ മലയുടെ മുകളിൽ ഒരിക്കലും അണയാത്തൊരു കെടാവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ചാപ്പലുകൾ, 3 ചാപ്പലുകളുണ്ട്. ഇതെല്ലാം സ്പിരിച്വൽ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയും. ഇത് സർവീസുകളെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഇത്രയും ഒരു ആത്മീയ അന്തരീക്ഷം അവിടെയുണ്ട്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇങ്ങനെയുള്ള അസ്വസ്ഥതയുള്ളവരുടെ നടുവിലേക്ക് ഞങ്ങൾ വലിയൊരു പെറ്റ്സിൻ്റെ സംവിധാനം അവിടെയുണ്ട്. പെറ്റ്സ്, അതായത് 40ഓളം വരുന്ന പേർഷ്യൻ പൂച്ചകൾ അവിടെയുണ്ട്. 40ലധികം പൂച്ചകളുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉത്തരങ്ങളുണ്ട്. പക്ഷേ ഇത് അവർക്കിടയിലുള്ള ഒരു സന്തോഷത്തിൻ്റെ, അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുകൾ ഡെവലപ്പ് ചെയ്യാനും അവർക്കൊന്നും മിങ്കിൾ ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങളായിട്ട് നമ്മളതിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മനോഹരമായ വിധമുള്ള കുറച്ച് കോസ്റ്റ്ലിയുള്ള നായ്ക്കളുണ്ട് അവിടെ. പലതരത്തിലുള്ള ഉണ്ട്. 100ഓളം കിളികളുണ്ട്, പശുക്കളുണ്ട്, ആടുകളുണ്ട്, എരുമയുണ്ട്, എന്താ പറയുന്നത്, പാത്ത, താറാവ്, അരയന്നം, കോഴികൾ എന്ന് വേണ്ട, മത്സ്യക്കുളം, അക്വേറിയം എന്ന് വേണ്ട സകലവിധ സംവിധാനങ്ങളും ബത്സൈദയ്ക്കകത്തുണ്ട്. ഇതൊരു സെക്ഷനാണ്. ഇത് ഭൗതികമായി പറയുന്ന സെക്ഷനാണ്. അപ്പോൾ ആത്മീയവും ഭൗതികമായ ഒരു ശുശ്രൂഷ അനുഭവം നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അച്ഛാ, എങ്കിലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒരാളെ അവിടെ കൊണ്ടുവിട്ടാൽ അവിടെ ആത്മീയമായ കെയറുണ്ട്, അല്ലെങ്കിൽ ഈ എക്സ്ട്രാ ഇതുണ്ട്. ശരിക്കും ഒരു പാലിയേറ്റീവ് കെയറിലുണ്ടാകേണ്ട കുറേ സാധനങ്ങളില്ലേ, കുറേ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് എക്യുപ്ഡ് ആണോ? നമുക്ക് ഉറപ്പായിട്ടും അതെന്തൊക്കെയാണ്? നമുക്ക് നിലവിൽ ഒരു മെഡിക്കൽ ടീം തന്നെയുണ്ട് അവിടെ. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 10ഓളം സ്റ്റാഫ് അവിടെ ഉണ്ട്. 4ഓളം BSc നേഴ്സുമാരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കുകളുണ്ട്, ലാബോറട്ടറീസ് ഉണ്ട്. ഡോക്ടർ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്നത്, ഒരു സിവിയർ സ്റ്റേജ് അവിടെ ഫോം ആകുന്ന പക്ഷം ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് സൗകര്യങ്ങളുണ്ട്. നമുക്ക് ആംബുലൻസ് നമുക്കില്ല, കാറ് നമുക്കുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ കാറുകളുണ്ട്, നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ മെഡിക്കൽ സംവിധാനങ്ങൾ സ്ട്രോങ് ആണ് അവിടെ. അവിടെ താമസിക്കുന്നതാണ് ഈ നഴ്സുമാരെല്ലാം. 24 ഹവറും ഇവർക്ക് സർവീസ് കിട്ടും. അതായത് നമ്മളിവിടെ താമസിക്കുന്നവർക്ക് ഒരു സുരക്ഷിതത്വം നമ്മൾ ഉറപ്പ് വരുന്നുണ്ടല്ലേ? അതെ. നമ്മുടെ ബിൽഡിങ്ങുകളെല്ലാം സ്ട്രോങ് ആണ്, കോമ്പൗണ്ടുകളെല്ലാം വാൾ ഉണ്ട്. അപ്പം അവർക്ക് ഈ ഭക്ഷണം, ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ, അതിനെല്ലാം എല്ലാ സൗകര്യങ്ങളുണ്ട്. നമുക്ക് മെസ് ഹാളിൽ തന്നെ 100ഓളം പേർക്ക് ഇരിക്കാവുന്ന മെസ് ഹാൾ നമുക്കുണ്ട്. മനോഹരമായൊരു കിച്ചൺ, ഒരു അടുക്കളയുണ്ട്. അവിടെ 3ഓളം പേര് സർവീസ് ചെയ്യുന്നുണ്ട്. പാരാലിസിസ് ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ മുകളിലോട്ട് വരാത്ത, ടോപ്പിലാണ്. അവിടെ ബാക്കിയുള്ളവരെല്ലാം വന്ന് മെസ് ഹാളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അച്ഛാ, ഇപ്പോഴത്തെ അവിടുത്തെ പേഷ്യൻസിൻ്റെ ക്രമീകരണങ്ങളും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ എത്ര പേരുണ്ട്? ഇപ്പോൾ നമുക്ക് 50-നടുത്ത് ഇൻമേറ്റ്സ് അവിടെ ഉണ്ട്, നിലവിലുണ്ട്. പല കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട്. അതിലേറ്റവും കൂടുതലുള്ളത് സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരാണ്. മാനസിക പ്രയാസം കാരണം അലിഞ്ഞിരിഞ്ഞ് നടന്നവരൊക്കെയാണ്. അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ ബത്സൈദ ഇത്രയും പേരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ, ഈ 14ാം വർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ ഭദ്രാശ്രമത്തിലെ പോലത്തെ അഭിവന്ധ്യ സെറാഫിൻ തിരുമേനിയുടെ ഒരു ബോധ്യത്തിലേക്ക് ഞങ്ങളൊരു നിർദ്ദേശം വെച്ചപ്പോൾ, അതായത് സ്ട്രോക്ക് വന്ന് തളർന്നു പോയ, പാരാലിസിസ് ആയിട്ടുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ തക്കവണ്ണം ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി. കാരണം ബത്സൈദ തന്നെ അതിൻ്റെ സ്റ്റോറിയുടെ ബേസ് എന്ന് വെച്ചാൽ അറിയാമല്ലോ. ഒരു മനുഷ്യൻ 38 കൊല്ലം ഒരു കുളത്തിൻ്റെ കരയിലുണ്ടായിരുന്നു. അയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ വിശ്വാസം തിയോളജിക്കലി നമുക്ക് പല വ്യാഖ്യാനം കൊടുക്കാൻ പറ്റുമെങ്കിലും, ദൂതൻ്റെ സാന്നിധ്യത്തിൽ കലങ്ങുന്ന കുളത്തിലേക്ക് അയാൾക്ക് എടുത്തിയാടിയാൽ മാത്രമേ സൗഖ്യം കിട്ടത്തുള്ളൂ. നോർമലി നമ്മുടെ ഫെയ്ത്താണ്. അങ്ങനെ പല പ്രാവശ്യം അയാൾ അതിലേക്ക് ചാടാൻ ശ്രമിച്ചിട്ടും സാധിക്കാതെ 38 കൊല്ലം ആ മനുഷ്യൻ തനിച്ചായി പോയത്. അപ്പോൾ കർത്താവ് വന്ന് അയാളോട് ചോദിക്കുന്നുള്ളൂ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചപ്പോൾ, എനിക്കാരുമില്ല എന്നാണ് പറഞ്ഞത്. സൗഖ്യം വേണമെന്നല്ല പറയുന്നത്, കുളത്തിൽ ഇറക്കാൻ എനിക്കാരുമില്ല.
ഞാൻ ആരുമില്ലാത്തവനാണെന്നാണ് പറഞ്ഞത്. ആരുമില്ലാത്ത മനുഷ്യനെ കർത്താവ് പറഞ്ഞ ഒരു കുളത്തിലും ചാടണ്ട, ഗെറ്റപ്പ് എഴുന്നേൽപ്പിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇതൊരു ബോധ്യമാണ് വെച്ചാൽ 38 വർഷം തനിച്ചായി പോയ മനുഷ്യനെ, അതായത് തളർന്നുപോയ മനുഷ്യനെ, ശരീരം അനങ്ങാത്തൊരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ കുളത്തിൻ്റെ പേര് ബെസൈദ എന്ന് പറയുന്ന ഒരു പേരാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ബെസൈദയുടെ അർത്ഥം തന്നെ അങ്ങനെ, സ്ട്രോക്ക് വന്നവരുടെ ലൈഫിലേക്ക് നമ്മൾ ഇടപെടാൻ കാലമായി എന്ന് തിരിച്ചറിവ് 14-ാം വർഷത്തിൽ ഉണ്ടാവുകയും അങ്ങനെയുള്ളവരെ എടുക്കാൻ തക്കവണ്ണം തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ 8 പേര് സ്ട്രോക്ക് വന്ന് ബെഡായിട്ടുള്ളവരുണ്ട് അവിടെ. വലിയ ശുശ്രൂഷയാണ്, വലിയ ചലഞ്ചല്ലേ, വലിയ ചലഞ്ചാണ്. പേഴ്സണലി നോക്കാൻ ഒരാളെ തന്നെ നോക്കാൻ ഒരു വീട്ടിൽ പ്രയാസം ഉള്ളപ്പോഴാണ് അച്ഛൻ 8 പേരെ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് വെച്ചാൽ അതിപ്പം 100 ബെഡാക്കി മാറ്റാൻ പോവാം. അതിനുവേണ്ടി ആ 100 ബെഡിലേക്ക് നമ്മൾ ടേൺ ചെയ്യുക. 100 1000 അല്ല ആളുകൾ, നിരവധി പേര് പല വീടുകളിലും ആശുപത്രികളിലും ആതുരാലയങ്ങളിലൊക്കെ വല്ലാണ്ട് വീർപ്പൂട്ടി കിടക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക. അവർ മരിക്കുന്നെങ്കിൽ നന്നായിട്ട്, അതായത് ആരോഗ്യത്തോടെ അവർ ബെറ്ററായി, അല്ലെങ്കിൽ നല്ല ഒരു ഫെയ്ത്തിലേക്ക് വന്ന് അവർ ബെറ്ററായിട്ട് കടന്നു പോകുന്നെങ്കിൽ അത് സന്തോഷമാണ്. അപ്പോൾ സ്ട്രോക്ക് വന്ന് തളർന്നു പോയവരെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള വലിയൊരു പർപ്പസാണ് ഇപ്പോൾ ബെസൈദ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ രോഗം വന്നവരെ ചികിത്സിക്കുകയാണ് ചെയ്യേണ്ടത്, രോഗം വരാതിരിക്കുകയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ശരിക്കും പറയാം, നമ്മൾ രോഗം വരാതിരിക്കാൻ തന്നെ ഫോക്കസ് കൊടുക്കുമല്ലേ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ സെക്ഷൻ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. നമുക്ക് നാട്ടിൽ ഇറങ്ങി ആർക്കൊക്കെ രോഗമില്ല എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അടുത്ത്, പ്രത്യേകിച്ച് അച്ഛൻ ആലോചിച്ച് നോക്കി, നമ്മളുടെ അടുത്ത് ആരായിരിക്കും വരുന്നത്? നമ്മളെ കൂടുതൽ ആശ്രയിക്കുന്ന ആരായിരിക്കും? ഇല്ലായ്മക്കാരും രോഗികളും സങ്കടപ്പെടുന്നവരും. നമ്മൾ കൂടുതൽ ആളെ കാണാൻ ശ്രമിക്കാറുള്ളത് പാലിയേറ്റീവിൽ ആവശ്യമുള്ളവരെയാണ്. രോഗികൾ, കർത്താവ് പറഞ്ഞില്ലേ, രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മുടെ ശുശ്രൂഷയാണ്. അല്ലെങ്കിൽ നമ്മൾ, ഞാൻ എൻ്റെ വേറെ വശം ചോദിക്കുന്നത്, അവൻ്റെ വീടുകളിൽ അവരെ നോക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഒരു പുറത്താകുന്നത്, അല്ലെങ്കിൽ അവർക്ക് വീടുകളിലൊരു സഹായത്തിന് സാഹചര്യം ഇല്ലാഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ആ ലൈനിൽ കൂടെ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴേലും? തീർച്ചയായിട്ടും. സാധാരണക്കാരുടെ വീടുകളിലൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ 2 മുറി വീടിനകത്തൊക്കെ കിടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, തളർന്നു കിടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ബാധിച്ച കുഞ്ഞുങ്ങൾ, CP, സെറിബ്രൽ പാൾസി. ഈ സ്ട്രോക്കും CP ഒക്കെ ഏകദേശം ഈക്വലാണ്, സ്ട്രക്ചറലി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ CP ഉള്ള കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ടെന്നറിയാം നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കാൻ കഷ്ടപ്പെടുന്ന പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നാമത് കുഞ്ഞുങ്ങൾ വയലൻ്റ് ആകും, ഡിസ്റ്റർബൻസ് ആണ്, മറ്റുള്ളവരുടെ ലൈഫ് ഒക്കെ നമ്മൾ കാണും, നമുക്ക് സങ്കടം, കരഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട് ഞാൻ പല വീട്ടിൽ നിന്ന്. അവരൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പിന്നീട്. അപ്പോൾ ഇതൊരു ആക്ച്വലി ഞാൻ ആദ്യമേ പറഞ്ഞില്ല വെച്ചാൽ, നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊന്നും കുറച്ച് വൃദ്ധരെ സംരക്ഷിക്കുകയോ കുറച്ച് ബാലന്മാരെ പഠിപ്പിക്കുകയോ അല്ല. കഷ്ടപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന വെല്ലുവിളി കുറച്ചുകൂടെ സിവിയർ ആണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കെല്ലാം ഉണ്ട്, അവിടെയുള്ള എല്ലാ, പ്രത്യേകിച്ച് എൻ്റെ സമൂഹത്തിനുമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അച്ഛൻ പറഞ്ഞാൽ വെല്ലുവിളി എടുത്ത് ചെയ്യുകയാണ്. അതെ, സ്ട്രഗിൾ ചെയ്യുന്നവരെ കുറച്ച്. അച്ഛൻ്റെ ശരിക്കുള്ളൊരു ഫ്യൂച്ചർ പ്ലാൻ അപ്പോൾ എന്താ? നമുക്ക് തമ്പുരാൻ നടത്തുന്ന വഴി കൂടെ നടക്കുന്നവരാണ് നമ്മളെല്ലാം. അപ്പോൾ അച്ഛനെങ്കിലും ഒരു സ്വപ്നം കാണുമല്ലോ. അതെ, ആ സ്വപ്നം ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പറഞ്ഞാൽ അച്ഛൻ എങ്ങനെയാണ് പറയുന്നത്? ഏറ്റവും നല്ല ബെസൈദ മിഷൻ്റെ ഏറ്റവും നല്ല അതിന് ടോപ്പ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റും ആരുമില്ലാതെ അലഞ്ഞടക്കുന്ന ഒരു മനുഷ്യനെയും കാണാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൊരു വൈദികനാണ് ഞാൻ. ഈ അനാഥത്വം വലിയ ഭീകരമായൊരവസ്ഥയാച്ചാൽ, ആരുമില്ലാത്ത അവസ്ഥ ഭീകരം. തീർച്ചയായിട്ടും. ഒരു നിസ്സംഗത എന്നല്ലത്, അത് ഒരു തനിച്ചാക്കപ്പെടുന്നൊരവസ്ഥയുണ്ട്, ആരും ശ്രദ്ധിക്കാത്തൊരിടമുണ്ട്. എനിക്കൊക്കെ അങ്ങനെ, ഞാൻ അനാഥനല്ലെങ്കിലും എനിക്കങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മൾ വല്ലാണ്ട് തനിച്ചാക്കപ്പെട്ട സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ആരെയും കാണാതിരിക്കാൻ ഒരു ഭാഗ്യം കർത്താവ് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ടാണ് സമൂഹത്തിൽ തനിച്ചാകുന്ന ആരെയും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. ഇപ്പോൾ 100 ബെഡ് പാലിയേറ്റീവ് ബ്ലോക്ക് തുടങ്ങാൻ കാരണം തന്നെ ഭവനത്തിനകത്ത് ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ ഒരു കാരണവശാലും ഇനി ആ ഭവനക്കാർ, പേഷ്യൻ്റ് മാത്രമല്ല ആ ഭവനക്കാരും സങ്കടപ്പെടരുത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ബെസൈദ മിഷന് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലങ്കര സഭയെന്ന് മാത്രമല്ല, ക്രൈസ്തവ സമൂഹം എന്ന് മാത്രമല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സാമൂഹിക ബോധ്യമുള്ള ക്രിസ്തു സ്നേഹം കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട മിഷൻ സ്ഥാപനമായി ബെസൈദ മാറണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെന്താ ഇനി അച്ഛൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിനുവേണ്ടി ഇപ്പം അതൊക്കെ നമ്മുടെ ഒരു സ്വപ്നങ്ങൾ, അതിനെ എങ്ങനെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇനി ചെയ്യേണ്ട സമയങ്ങളെടുക്കുക. ഇതൊരു സിമ്പിൾ അല്ലല്ലോ ഞാൻ ഈ പറയുന്നതൊന്നും. നമുക്ക് ഇപ്പോൾ ഓരോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പല കാറ്റഗറി ഓരോ ഘട്ടങ്ങളും പൂർത്തീകരിച്ച് വരുവാണ്. ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് പാലിയേറ്റീവ് പേഷ്യൻസിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ 8 പേരെ എടുത്തു കഴിഞ്ഞു.
ബാക്കി ആളുകളെ എടുക്കാൻ തൊക്കോണം നമ്മൾ ആഗ്രഹിക്കുക. അതിനുവേണ്ടി ഇനി കെട്ടിടം വേണം, ഒരുപാട് കെട്ടിടം വേണം. നിലവിലുള്ള കെട്ടിടം എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലത്തെ നില പണിത് കഴിഞ്ഞാൽ നമുക്ക് 100 പേരെ താമസിപ്പിക്കാം. സൗകര്യങ്ങളുണ്ട്. നിലവിൽ ഒരുപാട് ചിലവ് വരുന്ന ചിലവുണ്ട്. നിലവിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള പ്ലാനും എൻജിനീയറുമായിട്ടൊക്കെ ആലോചിച്ച സമയത്ത് കിട്ടിയ ഒരു വസ്തുത, നമുക്കിപ്പോൾ 100 പേരെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 1,80,00,000 രൂപ നമുക്കിപ്പോൾ ബഡ്ജറ്റ് ഇട്ട് തന്നേക്കുക. അതൊരു പക്ഷേ അത്രയും അതിൽ കൂടുതലാകാം. കാരണം ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഒരു 3 നിലയാണ്. 3 നില കെട്ടിടം തീർത്ത് ഈ പാലിയേറ്റീവ് വാർഡെല്ലാം മിനി ഇൻറ്റൻസീവ് വാർഡുകളാണ്. ഒരു ICUവിൻ്റെ മിനി ഇൻറ്റൻസീവ് വാർഡുകളാണ്. അവിടെ സംവിധാനങ്ങൾ ഒരുപാട് വേണം. ഓക്സിജൻ സംവിധാനങ്ങൾ, മോണിറ്റർ സംവിധാനങ്ങൾ, സ്ക്രീൻ സംവിധാനങ്ങൾ എല്ലാം വേണം. മെഡിക്കൽ ക്യാബുകൾ എല്ലാം വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആണ്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഒരു വലിയ പാലിയേറ്റീവ് വാർഡ് തീർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ എമൗണ്ട് ഏകദേശം ഇത്രയാവുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വെച്ചാൽ കണ്ടെത്തുക എന്ന് പറഞ്ഞൊരു ചലഞ്ച് അല്ലേ? നല്ലൊരു ഉറപ്പായിട്ടും ഇന്നത്തെ കാലത്ത് നല്ല മനുഷ്യർ ഒരുപാടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പറയുന്ന ആൾക്കാരാണ് കൂടുതലും കാണുമെന്ന് പറയും. പക്ഷെ അതല്ല, 90% പേര് നല്ല ആളുകളാണ്. ചില ആളുകൾ ഉണ്ടാകും, അത് നോർമലി അതെ മൈനോറിറ്റി തന്നെയാണ്. പണ്ടൊക്കെ നമ്മൾ പറയാമായിരുന്നു, ഇപ്പം നമ്മൾ ലോകത്ത് ഒരുപാട് തിന്മ പെരുകുന്നുണ്ട്, ഒരുപാട് കണ്ണിൽപ്പെടാത്ത ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കര ഭീകരമായ അവസ്ഥ ലോകത്തുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് നന്മയുള്ള മനുഷ്യരെ, അവരുടെ ഒരുപാട് പ്രാക്ടിക്കലി അവരുടെ ജീവിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒരു തിന്മയുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി നന്മ ലോകത്തുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ശരിക്കും പറ്റിപ്പോകുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 100-ൽ 10% തിന്മയുള്ളൂ ഈ പ്രപഞ്ചത്തിൽ. അതെ. പക്ഷേ ഈ 90% ഒരു 60% പേര് പോലും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക. അതെ. ഇപ്പൊ എല്ലാവരും പോവാണ് അതിന്റെ പുറകെ പറഞ്ഞിരിക്കുക. കാരണം അവർക്കൊരു വിവേക ബുദ്ധിയിൽ ഉറയ്ക്കുന്നില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ലോകം പ്രപഞ്ചത്തിൽ കൂടുതലും നല്ല മനുഷ്യരാണ്, പക്ഷെ സൈലന്റ് ആണ്. അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ ഈ ലോകം ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. നമ്മളത് പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ മതി. നമ്മളെ നിയോഗിച്ചിരിക്കുന്ന ജോലി ചെയ്ത് പോവുക, ചെയ്യാൻ പറ്റും ചെയ്യുക. അതേ പറ്റത്തുള്ളൂ. നമ്മളെ നിയോഗിച്ച പണികൾക്കപ്പുറം നമ്മൾ ചെയ്യാൻ പോവുകയും ചെയ്യരുത്, അത് ഫെയിലാവും. അതുകൊണ്ടാണ് ഡിപ്പെൻഡ് ടു ഗോഡ് എന്ന് പറയാൻ കാരണം. ദൈവത്തോട് അങ്ങോട്ട് പറ്റി ചേർന്നിരിക്കുക, ദൈവം കറക്റ്റ് ആലോചന തരും. എൻ്റെ ജീവിതം അതാണ്. അച്ഛനോട് സംസാരിച്ചിരുന്നത് വളരെ സന്തോഷമാണ്. വളരെയേറെ ഒരുപാട് ദൈവസ്നേഹത്തിലൂന്നി അധ്വാനിപ്പാൻ, വെല്ലുവിളികൾ എടുക്കാൻ ഒരു ആഗ്രഹമുള്ള ഒരാളെ അച്ഛനെ കാണുവാണ്. താങ്ക് യു. ഞങ്ങൾ സെമിനാരിൽ പഠിച്ചപ്പോൾ ഒരു ദൈവരാജ്യത്തെ പറ്റി ഒരു സാറ് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വെൻ സ്ട്രെങ്ത് റെസ്പെക്ട് ദ വീക്ക് then the world will be a beautiful place to live like kingdom of God എന്ന് പറഞ്ഞു. അച്ഛൻ്റെ സ്വപ്നം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഒരുപാട് ദുർബലരായ ആൾക്കാരെ ബലമുള്ളവർ ചേർന്ന് ബലപ്പെടുത്തുന്ന ഒരു സ്നേഹമുള്ള സ്ഥലം ഉണ്ടാകണം. താങ്ക് യു അച്ഛാ. ഞാനും നന്ദി പറയുന്നു, അങ്ങേ കാണാനും പരിചയപ്പെടാനും സാധിച്ചു. ഞാനിപ്പോൾ സഹോദരങ്ങളെ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലെ ഇന്നാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനിവിടെ CSI ഇടവകയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛൻ്റെ നാട് പത്തനംതിട്ട വെച്ചൂച്ചിറയിലാണ്. അച്ഛനും കുടുംബം എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഷെയർ ചെയ്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഞങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തെ പൂർത്തീകരിച്ച് മടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾക്കും കൃപ ആവശ്യമാണ്. പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിൽ നല്ലത് മാത്രം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ചാനലിൻ്റെ എല്ലാ കാഴ്ചക്കാർക്കും ബസൈദ മിഷൻ്റെ പേരിലുള്ള സ്നേഹം നിറഞ്ഞ അകൈതവമായ ക്രിസ്തു സ്നേഹത്തെ ഞങ്ങളും പങ്കുവയ്ക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ബസൈദ മിഷൻ ഹോം വിസിറ്റ് ചെയ്യണം. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞെല്ലാം അവിടെ കാണാൻ സാധിക്കും. ബസൈദ വിസിറ്റ് ചെയ്യുക, ആ മിഷനോട് ചേർന്ന് നിൽക്കുക. ആർക്കെങ്കിലുമൊക്കെ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് കോൺടാക്ട് ചെയ്യണം. ഞാൻ ഈ ഒരു 3-4 ദിവസം ഹ്യൂസ്റ്റണിലുണ്ടാകും. ഞാൻ ശനിയാഴ്ച മോർണിംഗ് ന്യൂയോർക്കിന് പോകും. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകാനുള്ള സമയമാകുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ കണ്ടിന്യൂട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് എവരി ടൈം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഒരുപാട് നന്ദി, സന്തോഷം പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള ഏറ്റവും സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം അങ്ങയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. താങ്ക് യു വെരി മച്ച്.